ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഇതിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി, നിസ്സഹകരണ സമരമാണ്. അടുത്തത്, താഴെ പറഞ്ഞവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. ഏതാണ് ഇതില്? ഓപ്ഷൻ സി ആണ് കേട്ടോ. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നുള്ളതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. ബാക്കിയൊക്കെ ഇത് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളതാണ് കേട്ടോ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം. ഇതൊക്കെ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടുന്ന പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. എന്താണ് ഈ പൂന സന്ധി? നമുക്കറിയാം, കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് 1932 ദളിതർക്ക് പ്രത്യേക വോട്ടവകാശം നൽകിക്കൊണ്ട് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു കേട്ടോ. ഇത് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നുവെന്ന് കാണിച്ച് മഹാത്മാഗാന്ധി ഇതിനെ ശക്തമായിട്ട് എതിർക്കാറുണ്ട് കേട്ടോ. എന്താണ്, ഗാന്ധിജി മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു ഗാന്ധിജിയുടെ ജീവനെ അപകടത്തിലായതിനെ തുടർന്ന് ദളിത് വിഭാഗങ്ങളുടെ നേതാവായ ഡോക്ടർ BR അംബേദ്കറും മറ്റ് ഹൈന്ദവ നേതാക്കളൊക്കെ തമ്മിൽ ചർച്ച നടത്തിയ ഒരു ഒത്തുതീർപ്പിലെത്താണ് പിന്നീട് 1932 സെപ്റ്റംബർ 24 പൂനെയിലെ യർവാദ ജയിൽ വെച്ചാണ് ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത് കേട്ടോ. പൂന ആക്ട് അല്ലെങ്കിൽ പൂന സന്ധി. ഓക്കെ, അപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു ഈ ഒരു കരാർ ഒപ്പുവെച്ചത്? ഡോക്ടർ BR അംബേദ്കറും മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഈ വർഷം ഡേറ്റ് പഠിക്കണം. അടുത്തത്, കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി, അരുണ ആസിഫ് അലിയാണ് കേട്ടോ. അടുത്തത്, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇത് ഏതു ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചു കേട്ടോ. അപ്പൊ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. അപ്പൊ ഇത് ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ്? ഓപ്ഷൻ സി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതില് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ സി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ് ഇതിൽ പെടാത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് നമുക്കറിയാം. അടുത്തത്, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ് കേട്ടോ. 42ാം ഭേദഗതിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെന്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, പാർലമെന്റ്. അടുത്തത്, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, മൗലിക കടമകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയാനാണ്. ഇതിൽ ആരാണ്? ഓപ്ഷൻ സി, അയ്യ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്. അടുത്ത, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക എന്നുണ്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ഓപ്ഷൻ എ, വേദാധികാര നിരൂപണാണ്. അടുത്തത്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ഡി, മഹാത്മാ അയ്യങ്കാളി. അടുത്തത്, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ ഡി, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അടുത്തത്, 15ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഓപ്ഷൻ സി, ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്.
അടുത്തത് എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി ട്ടോ. അപ്പൊ എന്താണ് ഈ ഒരു ബന്ധു ക്ലിനിക് പദ്ധതിയുടെ ലക്ഷ്യം? എന്താണ്? കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതിയാണ് കേട്ടോ ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അടുത്തത് സത്യം സമത്വം സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഇതാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം. ഏത് പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ് കേട്ടോ. അടുത്തത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? നമുക്കറിയാം എന്നാണ്? 1950 ജനുവരി 26-നാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഓക്കെ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. അടുത്തത് വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അടുത്തത് ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് കേട്ടോ. അപ്പൊ നിലവിൽ അദ്ദേഹം തന്നെയാണ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? നമുക്കറിയാം സഞ്ജയ് മൽഹോത്ര ആണ് അല്ലെ. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതില് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണ്? ഗതാഗതമാണ് കേട്ടോ. അടുത്തത് കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടാണ്. അടുത്തത് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത് കേട്ടോ? എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സഹകരണ ബാങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? എന്താണ്? ആരായിരുന്നു? ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് ആരാ പറയാൻ പറ്റുന്നത്? അബ്ദുറഹിമാൻ ആണ് അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? OJ ജനീഷ് ആണ് കേട്ടോ. OJ ജനീഷ് ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എവിടാണ്? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹം. ഓക്കെ, മന്ത്രിയാണ് OJ ജനീഷ്. പഠിക്കണം. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? എന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. എന്റെ കേരളം എന്നും സുന്ദരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഗോദാവരി. അടുത്തത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം നമുക്കറിയാം കറുത്ത മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏതാണ്? താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏതാണ്? ഏതാണ്? ആരവല്ലി നിരകളാണ്.
അടുത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തതാണ് ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ് അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങൾ ആണ്. അടുത്തത് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഇതിൽ ഏതാണ് പ്രധാന ഖാരിഫ് വിള? നെല്ലാണ്. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. അടുത്തത് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ്. ഏതൊക്കെ ജില്ലകളാണ് നോട്ട് ചെയ്യണേ? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ്? പശ്ചിമഘട്ടത്തെയാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? വിനോദ നികുതിയാണ് ഇതിൽ പെടുന്നത് കേട്ടോ. അത് സിംഹവാലൻ കുരങ്ങുകളിൽ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഇടനാട് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ഭൂപ്രകൃതിയും ദേശീയപാതകളും തമ്മിലുള്ള ബന്ധം പിന്നെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളൊക്കെ പ്രകാരം കൃത്യമായിട്ട് വിഭജിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് NH 66 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവും നീളമേറിയതുമായ ദേശീയപാത NH 66 ആണെന്ന് നമുക്കറിയാം അല്ലെ. NH 66 ആണ്. അപ്പൊ അത് കടന്നു പോകുന്നത് തീരപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ NH 544 544 പോലുള്ള ചില പ്രധാന ദേശീയപാതകൾ ഇടനാട്ടിലൂടെയും കടന്നു പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് വിഭജിക്കാൻ കഴിയാത്തതിനാലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടും ഇടനാട് ആണ് വരാൻ സാധ്യതയുള്ളത്. അടുത്തത് 47. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണെന്ന് കേട്ടോ. ഏതാണ് ഇതില്? ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴികട്ടെയാണ്. ഇതൊക്കെ SCERT ഫാക്ട് ആണ്. അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്തെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി സുഭിക്ഷ കേരളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവ് ആരെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ സി ഷാജി N കരുണാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ സമയത്ത് 2025 JC ഡാനിയൽ പുരസ്കാരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷാജി N കരുണാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി കൊല്ലമാണ്. അടുത്തത്. ഇന്ത്യയുടെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഏതാണ്? വീനം തുറമുഖമാണ് അല്ലെ, നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരാസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? എന്താണ്? ഡയഫ്രം. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് 2 എന്നുള്ളതാണ് കേട്ടോ. മുളക് ഉജ്ജ്വല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്കയുടേതാണ് കേട്ടോ. അടുത്തത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഓക്സിജന്റെ അളവ് എത്രയാണ്? 20.9%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഏതാണ്? വൈറ്റമിൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്കറിയാം ഡോക്ടർ MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടനാണ് അല്ലെ. ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ.
ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, 8ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിന്റെ ധാതു ഏത്? ഇതിലേതാണ്? ക്രയോലൈറ്റ് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കലോറി ഈക്വൽ ടു എത്ര ജൂളാണ്? എത്ര ജൂളാണ്? ഒരു കലോറി ഈക്വൽ ടു 4.2 ജൂളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഏതാണ്? തറയിലൂടെയുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. അടുത്ത, ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്ത്? ശുക്രനിൽ പര്യവേഷണം നടത്തുന്നതിനായിട്ട് ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? എന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ ആണ് കേട്ടോ, വീനസ് ഓർബിറ്റർ മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരെ? ആരാണ് ബന്ധമില്ലാത്ത വ്യക്തി? ഹാൻകാങ് ആണ് കേട്ടോ. ഓക്കെ, സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചായിരുന്നു ഹാൻകാങ്ങിന് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഏതാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ? ലെപ്റ്റോസ്പൈർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏത്? അപ്പൊ ഈ ഒരു അവസ്ഥയെ പറയുന്നത് അതീരോസ്ക്ലീറോസിസ് എന്നാണ് കേട്ടോ. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്ന ഒരു അവസ്ഥയാണ് അതീരോസ്ക്ലീറോസിസ്. ഇത് കാരണം ഈ അവസ്ഥ കാരണം ഹൃദയാഘാതവും അമിത രക്തസമ്മർദ്ദവും സംഭവിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ രണ്ടും ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? എങ്ങനെയാണ്? HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നോക്കുകയാണ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഏതാണ്? ഹീമോഫീലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? ശ്വാസകോശ ക്യാൻസർ ആണ് കേട്ടോ. അടുത്തത്, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ഇതിലേതാണ്? ഓപ്ഷൻ ബി, BCG വാക്സിൻ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയുടെ പേരാണ് കേട്ടോ. ഓക്കെ, ഏതാണ്? ആരോഗ്യ കിരണാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കുക. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കേട്ടോ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആർദ്രം മിഷന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായിട്ടുള്ള ആരോഗ്യ ധനസഹായമാണ് ഉൾപ്പെടാത്തത്. അടുത്ത, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഇത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് കേട്ടോ, ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമാണ് കേട്ടോ. ഏതായിരുന്നു? ചൈനക്കായിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ, കേരള ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്ത്? 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേരെന്തായിരുന്നു? തിരുവനന്തപുരം നോർത്ത് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ വീണ്ടും തുറമുഖത്ത് നങ്കൂരമിട്ട് ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ്? ഏതാണ്? MSC ക്ലോഡ് ഗിറാർഡറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത 20 ക്വസ്റ്റ്യൻസ് മാത്സ് എന്ന് വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സ് ക്വസ്റ്റ്യൻസിന് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.